എല്ലാവർക്കും നമസ്കാരം. 2026 എപ്പോഴും ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ്. പുതിയ കുറേ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും പല പുതിയ തുടക്കത്തിനായിട്ടുമെല്ലാം. ആധ്യാത്മിക പാതയിൽ ഒരിക്കലും ഒരു പ്രചോദനം കൊണ്ടോ അല്ലെങ്കിൽ എന്തോന്ന് നേടിയെടുക്കേണ്ട ലക്ഷ്യത്തോടെ ഒന്നുമല്ല ഇതിലേക്ക് എത്തേണ്ടതെന്നാണ് എൻ്റെ കാഴ്ചപ്പാടും അനുഭവവും. എന്നാലൊരു പ്രചോദനം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിനായിട്ട് ഈ ഒരു വർഷം 2026 ജനുവരി 1 മുതൽ നമ്മളൊരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സമ്പൂർണ്ണ സാധന ഒരുക്കിയിട്ടുണ്ട്. അഗ്നി സാധന. ഇതൊരു ബിഗിനറായിട്ടുള്ള ആൾക്കാർക്ക് തൊട്ട് സാധന ചെയ്യാം. അഡ്വാൻസ് ആയിട്ടൊക്കെ ബ്രാഹ്മി 21 ഡേയ്സ് കഴിഞ്ഞവരോ ശിവരാത്രി ദീക്ഷ കഴിഞ്ഞോ അവർക്കൊന്നും ആവശ്യമില്ല. അവരുടെയൊക്കെ അനുഭവം വളരെ വലുതാണ്. എന്നാൽ ഇത് ഏതൊരാൾക്കും ജീവൻ്റെ സ്ഥിരതയും ജീവൻ്റെ അനുഭവങ്ങളും അതിൽ നിലനിൽക്കാനായിട്ടും സ്ഥിരതയായിട്ട് ഒരു ബാലൻസിങ് ആയിട്ട് മുന്നോട്ട് ജീവിതത്തിൽ പോകാനായിട്ടുമുള്ളൊരു സാധന പാഠ്യപദ്ധതിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതൊരു റെക്കോർഡിക്കൽ പ്രോഗ്രാമാണ് അഗ്നിസാധന. ഇതിൽ മാസത്തിൽ 4 ദിവസം എൻ്റെ ആയിട്ടുള്ള സപ്പോർട്ടും ഉണ്ടാവും. ഞാനും ഗൂഗിൾ മീറ്റിൽ ലൈവ് വന്നിട്ട് നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു നൽകുകയും വേണ്ട വിധത്തിലുള്ള കുറേ ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ട്. ഇതിൽ പല യോഗ രഹസ്യങ്ങളും ഇതിലടങ്ങുന്നുണ്ട്. ശിവനായിരിക്കുന്ന നിങ്ങൾ ശിവമയമായിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുക. ഒരു വർഷം മാത്രമല്ല, പുതുവർഷമായിട്ടുള്ള ഓരോ ദിവസവും നിങ്ങൾക്ക് പുതിയൊരു വർഷമാണ്. പുതിയൊരു ഉന്മേഷത്തിൻ്റെയും ആവേശത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനമാണ്. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലെയാണ്. ഇന്ദ്രിയങ്ങൾക്ക് ഇതിലൊരു പ്രാധാന്യവുമില്ല. ഈ ഒരു കൈവല്യ പ്രാപ്തിയിൽ നിങ്ങളുടെ ആത്മാവിരിക്കുന്ന സ്ഥിതി കൈവരിക്കാൻ ഇത് വളരെ വലിയൊരു സാധ്യതയാണ്. 11 ദിവസം ഫ്രീ ആണ് ഈ ഒരു സാധന. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നിങ്ങളിലുണ്ടാകുന്ന 11 ദിവസം ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് കണ്ടിന്യൂ ആയിട്ട് ഈ കോഴ്സ് പോയാൽ മതി. 11 ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് മുന്നോട്ട് പോകാം. മനസ്സെപ്പോഴും ഒരു കടൽ പോലെ ആയിരിക്കരുത്. ഈ ഒരു ശാന്തമായുള്ള ഒരു പുഴയും ഒരു കുളവും പോലെ ആയിരിക്കണം. ഒരു കുട്ടി നീന്തി വരുന്നു, അവനൊരു കടൽ പോലെ ഈ കുളത്തിനെ അലയടിപ്പിക്കുന്നു. മനസ്സെപ്പോഴും ശാന്തമായിരിക്കുക, ഒരു പുഴ പോലെ. അത് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നമസ്കാരം.